ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എൻ്റെ അടുക്കളത്തോട്ടത്തിലാട്ടോ. ഇന്ന് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്, വലിയ മഴയാണ്, ചാറ്റൽ മഴയാണ്. അപ്പോൾ ഞാൻ കോട്ടൊക്കെ ഇട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴേ ഇത് പറിക്കാമെന്ന് വിചാരിച്ചാൽ ഓടി ഓടി വന്ന് മഴ പെയ്യും. അതുകൊണ്ട് ഞാൻ ഇന്ന് കോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയതാട്ടോ. എന്നാൽ നല്ല വലിയ മഴയൊന്നുമില്ല, ചെറിയ ചാറ്റൽ മഴയുള്ളൂ. പിന്നെ ഒരു പേടി എന്ന് വെച്ചാൽ തോട്ടപ്പുഴു ഉണ്ടോയെന്നാണ്. തോട്ടപ്പുഴു ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറിച്ചപ്പോൾ തോട്ടപ്പുഴു കടിച്ചാറുണ്ട്. അതൊരു പേടിയുണ്ട്. വെയിലത്ത് പറിച്ചാലും ഇവിടെ വലിയ വിഷയമൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മുടെ മുട്ടപ്പയർ തണൽമരം പോലെ ഇങ്ങനെ നിൽക്കണ്ട്. ഈ പ്രദേശം മൊത്തം കയറി മറിഞ്ഞോട്ടെ. ഈ പ്രാവശ്യം ഞാൻ ഓർത്തു മുട്ടപ്പയർ കൂട്ടി മടുക്കുള്ളൂ എന്ന്. ദൈവാനുഗ്രഹം കൊണ്ട് ഒരൊറ്റണം വരെ ഇല്ല കേട്ടോ. മഴയായോണ്ടാ ഇത് നല്ല വെയിലത്ത് മാത്രമേ കായ്ക്കുള്ളൂ. ഇതിൻ്റെ വളർച്ച കണ്ടപ്പോൾ ഞാൻ ഓർത്തേ ഈ തവണ വേറെ പച്ചക്കറിക്ക് ഒരു പഞ്ഞം ഉണ്ടാവില്ല എന്ന്. എവിടെ ഇത് ഈ പന്തലയിലൊന്നും നിൽക്കണില്ല കേട്ടോ. ഭയങ്കരമായിട്ട് മറഞ്ഞു കയറി പോയപ്പോൾ കാണിച്ചു തരാം. ഇതുണ്ടോ നമ്മുടെ ഈ റബ്ബറൊക്കെ നിൽക്കണോടത്ത് വേളപ്പയർ എന്ന് പറയുന്ന സാധനമുണ്ട്. റബ്ബറിലിടണേ, വെട്ടണ റബ്ബറിലൊക്കെ അതിന് തണൽ കിട്ടാൻ വേണ്ടി അങ്ങനെ കയറി മറഞ്ഞ് നിൽക്കട്ടെ. പന്തലയിലൊന്നും നിൽക്കാണ്ടതാ ഇങ്ങോട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. ഉണ്ടോ കയറി മറഞ്ഞ് കിടക്കുക. അതുകൊണ്ട് എൻ്റെ ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നേ കോവലവും പയറൊക്കെ പാടെ പോയി കേട്ടോ. അത് പോവുകയും ചെയ്തു. ഇതിനൊന്നും ഉണ്ടായോ ഇല്ല. ഇത് നല്ല വെയിലത്ത് കായ്ക്കണ പച്ചക്കറി കേട്ടോ. നമ്മുടെ മുട്ടപ്പയർ, ഇവിടെ മുട്ടപ്പയർ എന്നാണ് പറയണേ. എല്ലായിടത്തും എന്താ പേരെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പല പേരുകൾ കാണുമല്ലോ എല്ലാത്തിനും. ഇത് നട്ടപ്പളം എങ്ങനെ വളർന്ന് കയറി വന്നു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു പച്ചക്കറി ഈ മാതിരി നല്ല ഗ്രോത്തിന് ഇങ്ങനെ വന്നില്ലായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അടിപൊളിയായിട്ട് കയറി വന്നല്ലോ എന്ന്. എന്നാലും വേനലാകുമ്പോഴത്തേക്ക് ഈ മഴയങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കായ്ച്ചോളുമായിരിക്കും. ഇപ്പോൾ ഒരു പൂ വരെ ഇത് കാണാൻ സാധിക്കണം. ഞാൻ ആ വേനൽ തീരാറായപ്പോഴത്തേക്കും നട്ടതായിരുന്നു. ഇതാ ഇവിടെ കൊമ്പമുളകൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് കയ്യുണ്ണി കേട്ടോ തല തേക്കണത്. തലമുടിക്ക് കറപ്പും എണ്ണ കാച്ചാനൊക്കെ താളിയായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് കാട് പറിക്കാൻ ഇറങ്ങണേ. അന്നേരമൊക്കെ മഴ പെട്ടെന്ന് ഓടി വരും. ഇന്ന് എന്നെ തോപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെ തെളിയിച്ചാൽ ഞാൻ ഈ കോട്ട് വിട്ട് ഇറങ്ങിയേക്കാം. അതെ മഴ പെയ്യുന്നുണ്ട്, നമുക്ക് സാരമില്ല. എന്തായാലും ഇന്ന് തീർത്തിട്ട് ഞാൻ ഇന്ന് കയറിപ്പോണത്. ഈ ചീരിത്തൈടെയൊക്കെ മേലെ പള്ളയായി. എന്തായാലും ഇന്ന് തീർത്തിട്ടാണ് കയറിപ്പോണത്. മഴ അങ്ങ് പോയിട്ട് പതിയൊരു വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കോട്ട അങ്ങ് ഊരി കളഞ്ഞു. കോട്ട് വെയിലായ പിന്നെ കോട്ടിട്ട് ഭയങ്കര ചൂടാവും. ഈ മണ്ണൊക്കെ നല്ല ഇങ്ങനെ കുഴാന്നിരിക്കും കേട്ടോ, ഭയങ്കരമായിട്ട്. ഇപ്പോഴത്തെ മഴ 5 മിനിറ്റത്തേക്കേ ഉള്ളൂ കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് അങ്ങ് മഴ പെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് പെയ്യും, പിന്നെ അപ്പം തന്നെ വെയിൽ കളി. അങ്ങനെയാണേ. ഇത് നോക്കിയിട്ട് നമ്മുടെ പനിക്കൂർക്കല ഇതുണ്ടോ. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഇതൊരു ടൈപ്പ് ചുമക്കൂർക്കലയും പനിക്കൂർക്കലയും കേട്ടോ. ഒത്തിരി കയറിയിട്ടുണ്ട്. ഇത് രണ്ടും കണ്ടോ, 2 ടൈപ്പാണ്. ഇത് ചുമക്കൂർക്കലയും ഇത് പനിക്കൂർക്കലയും. അത് ഒത്തിരി കയറി. തുളസി ഇതാ നമ്മുടെ വേലിച്ചേരിയൊക്കെ വെട്ടാറായതാണേ. ഇന്ന് അതെല്ലാം ഒന്ന് തെളിച്ച് കറിക്കുള്ള എല്ലാം എടുത്തുകൊണ്ട് പോകാം. ഇവിടെ ഇങ്ങനെ ചവിട്ടുമ്പോൾ താന്ന് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ചവിട്ടുമ്പോഴത്തേക്കും താന്ന് പോവുക. ഇപ്പം വെയിൽ കണ്ട് മാത്രമായിട്ട് ഇവിടെ പറിക്കാൻ പറ്റുള്ളൂ. കാരണം മണ്ണൊന്നും ഉണങ്ങിയാൽ മാത്രമാണ്. പക്ഷെ അങ്ങനെ കിടന്നാൽ നമ്മുടെ പുല്ല് മഴ പെയ്യും തോറും വലുതായി പോകുന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതിനു വേണ്ടി നനച്ചിറങ്ങിയത്. കണ്ടോ ഇലയെല്ലാം വാടിപ്പോയത് കണ്ടോ. തൊടുമ്പോൾ വാടുന്നത് തൊട്ടാൽ മതി. ഇത് നിത്യവഴുതനയുടെ ഫുള്ള് നിത്യവഴുതന മുളച്ച് നിൽക്കുവാണേ. അപ്പോൾ ആവശ്യത്തിനുള്ള നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഞാൻ പറിച്ച് കളയുക, അല്ലെങ്കിൽ ഭയങ്കര കാടായി നിൽക്കുന്നു. മഷിത്തണ്ട കേട്ടോ കൂടുതലതാ. നമ്മൾ കുഞ്ഞാർന്നപ്പോൾ സ്ലേറ്റൊക്കെ മായ്ക്കാൻ ഇപ്പോൾ ഈ പിള്ളേരോട് പറഞ്ഞ് ഇതെല്ലാം പിള്ളേർക്ക് അറിയോ. ഇതാ ഞാനൊക്കെ ഇത് മായ്ക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ മഷിത്തണ്ട കേട്ടോ. ഇവിടെ നമ്മുടെ കയ്യുണ്ണി നിൽക്കും കേട്ടോ. ഞാൻ അവിടെ ഇവിടെയൊക്കെ കയ്യുണ്ണി ഇങ്ങനെ നട്ട് വയ്ക്കും. അപ്പോൾ വേനക്കും ഇങ്ങനെ പോവാണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുവേ. അതുകൊണ്ട് ഇതാണ്ടോ ഇതിൻ്റെ കാ നോക്കിക്കേ. ഇതാണ് കയ്യുണ്ണിത്തിൻ്റെ ഇല. അതുകൊണ്ട് ഇതിങ്ങനെ കായുണ്ടാവും. അതിങ്ങനെ പൊട്ടിപ്പൊട്ടിയേ നമ്മൾ പലയിടത്ത് നടുമ്പം ഫുൾ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ പിന്നെ പോവില്ല കേട്ടോ, ഒത്തിരി ഉണ്ടാവും. ഇത് ഇഞ്ചിക്ക് ഉണ്ടാവണേ കേട്ടോ. ഇഞ്ചിയുടെ ഒരു പൂവ. ഇത് നല്ല മണമാണേ. കണ്ടോ
ഇതിങ്ങനെ ഒരു 2 വർഷമൊക്കെ നിൽക്കുമ്പോഴാട്ടെ എങ്ങനെയുണ്ട്. ആദ്യത്തെ വർഷമൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ പറിക്കാണ്ട് നിർത്തിയത് അതുകൊണ്ട് ഇതാണ്ടോ അങ്ങനെ ഉണ്ടായേക്കാം. മഴ നമ്മളെ പറ്റിക്കുക. ഞാൻ കോട്ടിടുമ്പോഴത്തേക്കും മഴ പോവും. എന്താ വെയിറ്റ എൻ്റെ മണമേ. അപ്പം എൻ്റെ ഇന്നത്തെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആക്കുവാണ്. ഇത്രയും ഏരിയ കംപ്ലീറ്റ് ആയിട്ടോ. അത്രയൊക്കെ ഒന്ന് കാല് വെച്ചു. നല്ല വെയിറ്റാണ്. കുഴ മണ്ണ് അതുകൊണ്ട് ഇതാണ്ടോ ചെരുപ്പ് ഊരിയിട്ടാൽ കാലയിൽ ഓട്ടപ്പുഴു കടിക്കും. അപ്പോൾ പേടിയായതുകൊണ്ട് ചെരുപ്പ് ഊരിയില്ല. ഇത്ര നേരത്തെ അങ്ങനെ പണിയും കൂടി ഉണ്ട് കേട്ടോ. കാലൊന്ന് റെഡിയാക്കി എടുക്കാൻ. മൊത്തം മണ്ണ് കുഴഞ്ഞ് പിടിച്ചിരിക്കുക. അപ്പോൾ ഇനി അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.